മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യെരൂശലേമിലേക്കുള്ള യാത്രയിൽ യേശു 12 ശിഷ്യന്മാരെ മാറ്റി നിർത്തി അവരോട് രഹസ്യമായി പറഞ്ഞു, നാം യെരൂശലേമിലേക്ക് പോവുകയാണല്ലോ. മനുഷ്യപുത്രൻ അവിടെ വെച്ച് മഹാപുരോഹിതന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ മനുഷ്യപുത്രനെ വധശിക്ഷയ്ക്ക് വിധിക്കും. പിന്നീട് വിജാതിയെ ഏൽപ്പിക്കും. അവർ അവനെ അവഹേളിക്കുകയും തല്ലുകയും കുരിശിക്കുകയും തറയ്ക്കുകയും ഒക്കെ ചെയ്യും. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. സഹോദരിപുത്രന്മാരുടെ മാതാവ് അവളുടെ പുത്രന്മാരുമായി യേശുവിന്റെ അടുക്കൽ ചെന്ന് അവനെ വന്നിട്ട് ഒരു കാര്യം യാചിച്ചു. അവനവളോട് ചോദിച്ചു, നീ എന്താ ആഗ്രഹിക്കുന്നു? അവൾ അവനോട് പറഞ്ഞു, എന്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തും അവരെ ഇടത്തുമായി നിന്റെ രാജ്യത്തിലിരിക്കുവാൻ കൽപ്പിക്കണം. യേശു ഉത്തരമായിട്ട് പറഞ്ഞു, നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനോ ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കാനോ കഴിയുമോ? അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ പറഞ്ഞു, എന്റെ പാനപാത്രത്തിൽ നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന മാംസങ്ങൾ ഏൽക്കുകയും ചെയ്യും. എന്നാൽ എന്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം നൽകേണ്ടത് ഞാനല്ല, അത് എന്റെ പിതാവ് ആർക്കായി ഒരുക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. അത് കേട്ടപ്പോൾ മറ്റ് 10 പേർക്കും ആ 2 സഹോദരന്മാരുടെ ആമർഷം തോന്നി. യേശു അവരെ വിളിച്ച് അവരോട് പറഞ്ഞു, ജാതികളുടെ പ്രമുഖന്മാർ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നുവെന്നും അവരുടെ പ്രധാനന്മാർ അവരുടെ മേൽ അധികാരം വഹിക്കുന്നവരാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങൾ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾക്ക് ദാസനായിരിക്കണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ വീണ്ടെടുപ്പ് പോലെയായി സ്വന്തം ജീവനെ നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ഇപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വായിച്ചിരിക്കുന്നു. ഏതാനും മിനിറ്റുകളിരിക്കാം. ഈ തിരുവചന പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരുക്ക ധ്യാനത്തിൽ ദൈവാത്മാവ് നമുക്ക് തരുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം 5-ാം ഞായറാഴ്ച പിതാക്കന്മാർ പ്രഭാതത്തിൽ ഈ വേദഭാഗം ധ്യാനിച്ചിട്ടാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചത്. ഈ വേദഭാവം വായിച്ചപ്പോഴും ധ്യാനിച്ചപ്പോഴും നമ്മുടെ പിതാക്കന്മാർക്ക് എന്തെല്ലാം ഉൾക്കാഴ്ചകൾ കിട്ടിക്കാണും. അവരെ എങ്ങനെ കുറ്റബോധമുള്ളവരായി പാപമോചന പ്രാർത്ഥനയ്ക്കും കുമ്പസാരത്തിനും അവരെ പ്രേരിപ്പിച്ചു. പരിശുദ്ധ പരിമള തിരുമേനി എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിക്കുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിക്കുന്നതിന് വേദവായനത്തോട് വായിക്കും. വേദോത്സവം വായിക്കുമ്പോൾ നോട്ട് ബുക്ക് വലതുവശത്ത് കാണും. കരയാൻ തുടങ്ങും. ദൈവമേ, ഇതുപോലെയൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഇത് വേണമെന്ന് പറഞ്ഞൊന്നും എനിക്കില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കയറി വരുന്നല്ലോ, ഞാൻ ഭാവിയാണല്ലോ എന്ന് പറഞ്ഞ് വേദോത്സവം വായിച്ച് കരയുമായിരുന്നു. ഉടനെ അതിനെ കുമ്പസാരിക്കാൻ തീരുമാനിക്കും, കുറിച്ചിടും, ഇന്നതെനിക്ക് കുമ്പസാരിക്കണം. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ വിറയ്ക്കുകയും ദൈവവചനം പാപബോധം ഉളവാക്കുകയും അയ്യോ ഞാനൊരു ഭാവിയാണല്ലോ എന്നുള്ള ബോധം വർദ്ധിപ്പിച്ചെടുത്താൻ കരയുമായിരുന്നു എന്നാണ് പറയും. എന്നിട്ട് ഞായറാഴ്ച കുർബാന അർപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരച്ഛനെ വിളിച്ചു വരുത്തിയിരിക്കും. ആ അച്ഛനോട് പറയാം, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ്റെ അടുത്ത് വായിട്ട് കുമ്പസാരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വേദഭാഗങ്ങൾ തന്നിലുണ്ടാക്കിയ കുറ്റബോധങ്ങൾ, അയ്യോ ഞാൻ ഇത്രയും മറന്നിട്ടില്ലല്ലോ, എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അതില്ലല്ലോ എന്ന് പറഞ്ഞ് വചനത്തിൽ വിറച്ച് കരഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ആ കുമ്പസാരിക്കുന്ന സ്ഥലത്ത് അച്ഛന്റെ മുമ്പിൽ ആ പായയുടെ സ്ഥലത്ത് കണ്ണിന്റെ നേരെയുള്ളവരും കണ്ണീര് വീണ് നനയുമായിരുന്നു. പരിമള തിരുമേനിക്ക് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ വിഷയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നെ ഇന്നും നമ്മൾ പരിശുദ്ധനായിട്ട് അറിയപ്പെടുന്നത്. എന്നും ഭാവിയാന്ന് പറഞ്ഞ് ഞാൻ കുമ്പസാരിക്കും, എന്നും ഭാവിയാന്ന് പറഞ്ഞ് കുർബാന ചൊല്ലും എന്നും കണ്ട് പരിമള തിരുമേനി ഏതാണ്ട് മഹാപാപം ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ പാപത്തെക്കുറിച്ച് നമ്മൾ ആഴമായ ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ പാപം എന്താണെന്ന് നമ്മൾ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ ലിസ്റ്റിൽപ്പെട്ട ചില പാപങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പാപത്തെക്കുറിച്ചുള്ള നിർവചനം പഴയ നിയമത്തിൽ നിന്ന് വളരെ വിഭിന്നമാണ്. പഴയ നിയമത്തിൽ 10 കൽപ്പന ആചരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ കുറ്റബോധം വരാൻ എളുപ്പമുണ്ട്. പക്ഷേ പഴയ നിയമത്തിലെ കുറ്റബോധം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആയിരക്കണക്കിന് ദൈവത്തിന്റെ കൽപ്പനകളും ആലോചനകളും നിയോഗങ്ങളും ഒക്കെയായിട്ട് അതിനെ വിവേചിക്കുമ്പോൾ
ആയിരക്കണക്കിന് 100 കണക്കിന് പാപങ്ങൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും നമുക്ക് വരുന്നത് നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് നമ്മുടെ പാപപ്രവൃത്തിയേക്കാൾ പാപ വാക്കുകളെയും പാപവാക്കുകളുടെ പുറയിലുള്ള ചിന്തകളെയും ചിന്തയുടെ പുറയിലുള്ള ആത്മാക്കളെയും ആ ആത്മാക്കൾക്ക് സ്വാധീനമുള്ള നമ്മുടെ അവസ്ഥയെയുമാണ് പാപം എന്ന് ഉദ്ദേശിക്കുന്നത്. പാപ അവസ്ഥ. പാപ അവസ്ഥയിൽ നിന്നാണ് പാപ വികാരമുണ്ടാകുന്നത്. പാപവികാരത്തിൽ നിന്നാണ് പാപവാക്കുണ്ടാകുന്നത്. പാപവാക്കിന് ശേഷമാണ് പാപപ്രവൃത്തി ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തില്ല ചെയ്തെന്നൊക്കെ പറഞ്ഞ് പുണ്യവാൻ കളിച്ചിരിക്കുക. ചിന്നോ കമ്മീഷൻ എന്ന് പറയുന്ന വചനപ്രകാരം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്ത ചെയ്യുന്നതും പാപമാണെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിയാം. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അത് പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയിലാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മൾ എന്തെല്ലാം ചെയ്താലേ നമ്മുടെ വേല തീരുമെന്ന് അറിയാനൊക്കെ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ കിടപ്പുണ്ട്. നമ്മൾ ചെയ്തു പോരേണ്ട മുന്നൊരുക്കിയ സൽപ്രവൃത്തിയുടെ ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. വേറെ ആരും ചെയ്യാത്തതും ആരെക്കൊണ്ട് ജയിപ്പിക്കാത്തതും നമുക്ക് വേണ്ടി മാത്രം മാറ്റിയിട്ടിരിക്കുന്ന ചില സൽപ്രവൃത്തികളുണ്ട്. അതെന്താണെന്ന് പരിശുദ്ധാത്മാവിനെ അറിയാവൂ. പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ അത് ചെയ്തെങ്കിലേ പുണ്യമാകൂ, അത് ചെയ്യാത്തത് പാപമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നമ്മൾ കേമനാണെന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ പദ്ധതിയുമായി നമ്മളെ താരതമ്യപ്പെടുത്തും. ഭർത്താവ് ഇനി എന്തെല്ലാം കുറിപ്പിനും തീർക്കാനുണ്ട്. 1 ശതമാനം 15 അധ്യായത്തിൽ ആദ്യത്തെ അഭിഷിക്തനും രാജാവുമായിരുന്ന ആ ശൗൽ ദുരാത്മബാധിതനായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? തന്നെ രാജാവാക്കിയപ്പോൾ ശൗൽ കൊണ്ട് പ്രവാചകണത്തിൽ നിന്ന് പഴഞ്ചൊല്ലി വർത്തക്കൊണ്ട് താൻ പ്രവാചകനും അഭിഷിക്തനും രാജാവും എല്ലാമായി മാറി. പക്ഷെങ്കിൽ ആ രാജാവായിരിക്കുമ്പോൾ പിന്നെ ഇതാ സ്വർഗത്തിൽ നിന്ന് ഓർഡർ വരിക, നീ രാജാവായതുകൊണ്ട് നിന്നെ കൊണ്ട് മാത്രം ജയിപ്പിക്കാൻ ഞാൻ മാറ്റിയിട്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് അമാലേക്കിനുള്ള യുദ്ധം. ഒരു തരി പോലും വെച്ചേക്കാതെ മുഴുവനെ സംഭരിച്ചാലേ എന്റെ ഉദ്ദേശം സാധിക്കുകയുള്ളൂ. പക്ഷേ രാജാവിനത് തിരിച്ചറിയുവാനോ അത് നടപ്പിലാക്കുവാനോ കഴിയാഞ്ഞതുകൊണ്ട് കുറിപ്പിട്ട കാര്യം വേണ്ടപോലെ ചെയ്യാഞ്ഞതുകൊണ്ട് താൻ മത്സരത്തിന്റെ ആവിചാരദോഷക്കാരനായി മാറി, താൻ മന്ത്രവാദിയായി മാറിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ കർത്താവിന്റെ കുറിപ്പനുസരിച്ച് ചെയ്യേണ്ടവർ ചെയ്തില്ലേ നമ്മുടെ പേര് മന്ത്രവാദി എന്നാ. മത്സരത്തിന്റെ ആവിചാരദോഷം. നമ്മളിത് ആരാ എനിക്കെതിരായി മന്ത്രം ചെയ്ത് ചോദിച്ച് നടക്കുക? അയൽവക്കക്കാരാ, ബന്ധുക്കാരാണോ, സ്വന്തക്കാരാണോ, ആരാണ് എനിക്കെതിരായി ക്ഷുദ്രം ചെയ്തത്, മന്ത്രം ചെയ്തത്, അതൊന്ന് മാറ്റാൻ വേണ്ടിയായിരിക്കും ഇവിടെ വന്നത്. അല്ലേ? വാദി പ്രതിയായിരിക്കുക നമ്മൾ തന്നെയാണ് നമുക്കെതിരായ മന്ത്രം ആദ്യം ചെയ്തിരിക്കുന്നത്. ഏതാ? ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കാഞ്ഞതും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കുറിപ്പെന്താണെന്ന് തിരിച്ചറിയാതെ അത് ചെയ്യാതെ നമ്മുടെ ഏതാണ്ടൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും മന്ത്രവാദമാണെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പള്ളിയിൽ വരേണ്ട കാര്യമില്ല. പിശാചിന്റെ അടുത്ത് പോയാൽ മതി. പിശാചിനെ ആരാധിക്കുന്നത് പോയാൽ വളരെ എളുപ്പം കാര്യം സാധിച്ചു തരും. അത് യേശു തന്നെ മാതൃക കാണിക്കുന്നുണ്ട്. 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ ദൈവപുത്രനെ കൂടെ പിശാചിന്റെ ചൊൽപ്പടിയിലാക്കാൻ പറഞ്ഞ്, നീ ദൈവപുത്രനാണെങ്കിൽ എന്നെ ഒന്ന് വീണ് കുമ്പിട്, ഈ കാണുന്ന ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഇത് നിന്റേതല്ല എന്ന് പറഞ്ഞു. നിന്റേത് തന്നെ അതിന്റെ വല്യപ്പൻ എഴുതി തന്നതാനൊക്കെ സമ്മതിച്ചിരിക്കുന്നു. ആദാം വല്യപ്പൻ ഒരു മഴത്തിന് വിറ്റതായി ഈ ഭൂമിയിൽ മനുഷ്യരെ. അതുകൊണ്ട് പിശാച് പൊടികുത്തി വാഴുക. അങ്ങനെയുള്ള പിശാചിനെ തലയിറക്കാണ് യേശു വന്നത്. അപ്പോൾ യേശു ഉപവാസം എടുത്തു കഴിഞ്ഞ് അവനെ ഇറങ്ങി, നീ ദൈവോത്തരനായില്ലേ, എന്നെ തലയിറക്കാൻ വന്നിരിക്കുകയല്ലേ? പക്ഷേ ഈ ഭൂമി ഞാൻ നിനക്ക് തന്നേക്കാം. എന്റെ തലയിറക്കിയിട്ട് എനിക്ക് കുറേ നാൾ ജീവിക്കണം. തലയിറക്കുന്ന പരിപാടി ഒന്ന് മാറ്റിവെക്കാമെങ്കിൽ നമുക്ക് ജോയിന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാമല്ലോ. നമുക്ക് രണ്ടുപേരും കൂടെ കൂട്ടി വ്യാപാരം ചെയ്യാം, കമ്പനി നടത്തിക്കളയാം. ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് കുമ്പിടണമെന്നേ ഉള്ളൂ. ഞാൻ നിന്നെ അസിസ്റ്റന്റ് ആക്കിയേക്കാം. ഞാൻ ഡയറക്ടർ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ട് എല്ലാം നിന്നെ ഏൽപ്പിച്ചേക്കാം. പക്ഷെ ചരടന്റെ കയ്യിലായിരിക്കുന്നു മാത്രം. ഒന്ന് കുമ്പിട്ടാ മതി. എന്നെ ഈ കാണുന്ന മുഴുവനെ നിനക്ക് തരാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞാൽ നിന്നെ കുമ്പിട്ടിരിക്കുന്നത് വേണ്ട. എന്റെ വല്യപ്പച്ചൻ, എന്റെ ആദാം, വല്യപ്പച്ചനായിരിക്കുന്ന ആദാം മനുഷ്യജാതിക്ക് വേണ്ടി ഇതെല്ലാം വിറ്റ് കളഞ്ഞെങ്കിലും ഞാൻ തിരികെ പൊന്നുമല ഒന്ന് വാങ്ങിക്കാൻ വന്നയാളാണ്. പക്ഷെ നിന്നെ കുമ്പിട്ടിരിക്കുന്നത് വേണ്ട. എന്റെ പിതാവായ ദൈവംബരാൻ എന്റെ രക്തം മുഴുവൻ കൂറ്റി തന്ന് ചോദിക്കുന്നതൊന്നും പൊന്നുമലയും കൂടെ തന്നിട്ട് ഞാൻ വില ചെയ്ത് വാങ്ങിക്കുന്നുള്ളൂ. നിന്നെ കുമ്പിട്ടിട്ട് എനിക്ക് വേണ്ടാന്ന്. അവനങ്ങനെ തോറ്റുപോയി. അങ്ങനെ ഈ പിശാചിനെ കാൽവരി ക്രൂശിൽ കൊണ്ടുവന്ന് അവന്റെ തലയെ അവിടെ ഇട്ട് ചതച്ച് വില കൊടുത്ത് വീണ്ടും ആധാരം എഴുതി തലയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴും ആധാരം യേശുവിന്റെയും കൈവശം പിശാചിനെയുമായിട്ടിരിക്കുക. അപ്പോൾ ഈ ഉപവാസവും പ്രാർത്ഥനയും നോമ്പുമെല്ലാം നമുക്ക് യേശു പൊന്നുമല കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ആധാരം നമ്മുടെ കൂടെ പേരില്ല. പോക്കുവരത്ത് നടത്തിയിട്ടില്ല, പേര് കൂട്ടിയിട്ടില്ല. നമ്മളിപ്പോഴും പിശാചിന്റെ പറയുന്നത് നൽകി വസ്തുവൊന്നും കിട്ടിയാൽ മതി. പിശാചിനെ കൊമ്പിട്ട് കാര്യം സാധിക്കുന്നവരാണ് മന്ത്രവാദി.
അതിന് പള്ളി വരേണ്ട കാര്യമില്ല. നിന്റെ ആഗ്രഹം സാധിക്കാൻ യേശു ധർമ്മം മതി. എനിക്കിപ്പോ കിട്ടിയാൽ മതിയാവുമെന്ന് പറഞ്ഞെങ്കിൽ വെറുതെ ദൈവത്തെ മെനക്കെടുത്തണ്ട. പിശാച് വേഗം തരും. അവന് കീഴേ ആവുമെന്ന് മാത്രമേ ഉള്ളൂ, അവന്റെ ഓഫീസിലാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണം? ആരെങ്കിലും ഈ ധ്യാനമന്ദിരത്തിൽ നിങ്ങൾ സ്വന്തം കാര്യം സാധിക്കാനാണ് വന്നിരിക്കുന്നത്. വെറുതെ നീ മെനക്കെടണ്ട. അത് വീട് നടപ്പില്ല പരിപാടി. ദൈവം തരുമ്പോഴേ കിട്ടുള്ളൂ. എനിക്ക് ദൈവത്തെയാണ് വേണ്ടത്. എനിക്ക് പിശാചിന്റെ അവകാശം തീർന്നിട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവനെനിക്ക് തരുന്നത് മതി, ധർമ്മം മതി, തരുന്നതോളം മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ പ്രാർത്ഥന. വെറുതെ വഴിതെറ്റി വന്നതാണെങ്കിൽ അമ്പലത്തിൽ പോകുന്ന പോലെ, മുസ്ലിം പള്ളിയിൽ പോകുന്ന പോലെ, മന്ത്രവാദിയെ കാണാവുന്ന പോലെ മൈലപ്രായം പോയേക്കാം. എവിടുന്നാ വരുന്നത് പോരട്ടെന്ന് വിചാരിച്ചു വന്നെങ്കിൽ വെറുതെ നിങ്ങൾ സമയം കളയണ്ട, ഇപ്പോഴേ ഇറങ്ങിപ്പോകുമെന്ന് പറയുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നമ്മളുടെ വരവും പോക്കും മന്ത്രവാദത്തിനാണോ, അത്യാഗ്രഹം സാധിക്കാനാണോ, ദൈവത്തിന്റെ കുറിപ്പ് നടപ്പിലാക്കാൻ, നമ്മുടെ കുറിപ്പ് നടപ്പാക്കാനുള്ള പരിപാടിക്കാണ് മന്ത്രവാദം എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന് ഇന്നത്തെ വേദഭാഗം അതിന്റെ പശ്ചാത്തലമായി വരികയാണ്. ഈ നമ്മൾ അറിയാതെ മന്ത്രവാദികളായിരിക്കുന്ന കാര്യം ഇന്നത്തെ വേദഭാഗം ഓർപ്പിച്ചിരിക്കുകയാണ്. ശബദി പുത്രന്മാരുടെ മാതാവ് അവളുടെ പുത്രന്മാരുമായി യേശുവിന്റെ അടുക്കൽ വന്ന് അവനെ വന്നിച്ചൊരു കാര്യം യാചിച്ചു. പ്രാർത്ഥിക്കാൻ വന്നു യേശുവിന്റെ അടുത്ത്. ആരാ? യേശുവിനോട് ഭയങ്കര ഭക്തിയാ. ശബദി പുത്രന്മാരുടെ മാതാവാണ്. യേശുവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥന ഇതാണ്. അവൻ അവളോട് എന്താ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ, എന്റെ ഈ രണ്ടു പുത്രന്മാർ, ഒരുവൻ നിന്റെ വലത്ത്, ഒരുവൻ ഇടത്തുമായിട്ടിരിക്കണം. നീ രാജ്യത്തിൽ അങ്ങനെ ഇരിക്കാൻ, നീ രാജാവായിരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്ന ആ പോസ്റ്റ് എന്റെ മക്കൾക്ക് തരണം. റെക്കമെൻഡ് ചെയ്യാൻ പോയത് അമ്മ. വല്ല കുഴപ്പമുണ്ടോ? നല്ല കാര്യമല്ലേ? അങ്ങനത്തെ പ്രാർത്ഥനയായിട്ടാണോ വന്നിരിക്കുന്നത്? ഏതായാലും ഈ യേശുവിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യരുടെ അമ്മയായി വന്നിരിക്കുന്നത്. കേട്ടാതിരിക്കാനൊക്കുവോ? നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു കാര്യം നമുക്ക് തള്ളാനൊക്കുവോ? പക്ഷെ യേശുവിന്റെ പ്രതികരണം നോക്കി. നിങ്ങൾ യാചിക്കുന്ന എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനോ ഞാൻ നിൽക്കുന്ന മാമോദീസ ഏൽക്കുവാനോ കഴിയുമോ? അതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാകാതെ കഴിയുമെന്നും പറഞ്ഞു. കാര്യം സാധിക്കാൻ എന്തു ചെയ്യുന്ന, കാര്യം സാധിക്കാൻ ആരുടെ കാര്യം പിടിക്കും? പറയുന്നതിനൊക്കെ യേശു മോളും. പക്ഷേ കാര്യത്തോട് എടുക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഇവിടെ ഇതാ ഈ അമ്മച്ചി മകൾക്ക് യേശുവിന്റെ കൂടെ ഇരിക്കുന്ന പോസ്റ്റ് കിട്ടുവാണെങ്കിൽ എന്നാ വഴിയും ചെയ്യാൻ സമ്മതിച്ചേക്കാം, കാതാവഴിയും കുടിക്കുക, എന്നെ വഴിയും കുടിച്ചേക്കാമെന്ന് പറഞ്ഞാൽ മൂടിക്കൊടുക്കും. പക്ഷേ കാര്യം എന്നാണെന്നുള്ള കാര്യം കർത്താവിനെ തുറന്നു പറയുകയാണ്. യേശുവിന്റെ കുരിശിന്റെ ചുവട് നിൽക്കാൻ നിൽക്കുന്ന അന്വേഷണമെന്നാണ് ചോദിച്ചത്. യേശുവിന്റെ കുരിശിന്റെ ചുവടിൽ നിന്ന് ഉയർത്തുന്നതിന് ശേഷം കിട്ടുന്ന അനുഗ്രഹം ഇരുപ്പതായിട്ടിരിക്കുകയുള്ളൂ, നിലനിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ പിശാച് കൊണ്ടുപോകും. നമ്മൾ പിശാചിന്റെ ഇരിക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടിയാൽ നമുക്കെന്നാ? നമ്മളൊരാളുടെ അടിമയായിരിക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടിയാലും അത് മാസ്റ്ററുടെയാ, അത് യജമാനന്റേതാണ്. നമ്മൾ പാപത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും പിശാചിന്റെയും എല്ലാം അടിമകളായിരിക്കുമ്പോൾ ഒന്നും കിട്ടാതിരിക്കാൻ തന്നെ കിട്ടിയ ഒരു ഗുണവുമില്ല, അവൻ കൊണ്ടുപോകും. ഈ ബോധം നമുക്കുണ്ടോ? അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഗൾഫിൽ പോകുന്നതിന് മുമ്പ്, വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരുടേതാണ് ആദ്യം തീരുമാനിക്കണം. ദൈവത്തിൻ്റെതാണോ പിശാചിന്റേതാണോ? ദൈവം തരുന്ന വേണോ പിശാച് തരുന്ന വേണോ? കാര്യം സാധിച്ചാൽ മതിയോ? അതിന് ആരെങ്കിലും കണ്ടാൽ മതിയോ? ഇതൊക്കെ തീരുമാനിക്കണം. ഈ അമ്മയ്ക്ക് യേശു രാജാവാകുമെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ 2 ബോസ് അങ്ങ് ബുക്ക് ചെയ്തു. ഇടത്തും വലത്തുള്ള ബോസ് എനിക്കാണ്. ആ സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. പക്ഷേ അതിന് ചെലവെന്നാണെന്നോ അതിന് മുമ്പ് കിട്ടുന്നതാണെന്നോ ഈ അമ്മച്ചിക്ക് മനസ്സിലായില്ല. എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഇറക്കുന്ന മാമസം എടുക്കുകയും ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്റെ വലത്തും എടുത്തും ഇരിക്കുവാനുള്ള വരം നൽകേണ്ടത് ഞാനല്ല, അത് എന്റെ പിതാവ് ആർക്കായി ഒരുക്കിയിരിക്കുന്നതോ അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടോ, മനസ്സുണ്ടോ? സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാവുന്ന ദൈവം, വേറെ ആർക്കില്ലാത്തൊരു മുഖം തന്നിരിക്കുന്ന ദൈവം, വേറെ ആർക്കില്ലാത്ത പല്ലും മണവും തന്നിരിക്കുന്ന ആ ദൈവം നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ ജോലി സ്വർഗത്തിൽ കരുതിയിരിക്കുന്നു. അതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ജോലിയില്ലേ നമ്മൾ വരക്കം പാറ്റില്ല. കിട്ടിയ ജോലി പോയി, ഉള്ള ജോലി കൊള്ളുകയില്ല, നല്ല ജോലി വേണമെന്ന് എത്ര പ്രാർത്ഥന അവിടെ വരുന്ന അറിയാവും. എന്നാൽ നിങ്ങളോട് പറയാം, പിതാവ് നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്ന വേണമെന്ന് പറഞ്ഞാൽ ഒറ്റ പിന്നെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് വരാൻ സൗകര്യമുണ്ടോ, മനസ്സുണ്ടോ? എങ്കിൽ പിതാവ് നമ്മൾ ആദ്യം തട്ടിക്കളയാനൊക്കുവോ? പിന്നെ പേടിക്കുന്ന കാര്യമുണ്ടോ? സ്വർഗത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ദൈവം തരാൻ വേണ്ടിയിരിക്കുന്ന ജോലികളും സ്ഥാനങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അതിൽ നിന്ന് പിന്മാറിയതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. മാതീശ്വരമ്പാച്ചന്റെ ഓർമ്മ പെരുന്നാളിന്റെ ഉത്സവം ഒരുമിച്ച് നടക്കുന്ന ഈ സമയം, ഈ ആഴ്ചത്തെ പഞ്ചദിനസ്യാഴ്ച 2ാം ദിനത്തിൽ നമുക്ക് വന്നു ചേരുവാൻ ഇടയാക്കി കർത്താവ് നന്ദി പറഞ്ഞു. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുർബാന ഉള്ളിലാക്കിക്കൊണ്ടും വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടും വിശുദ്ധ കുർബാന ധ്യാനിച്ചുകൊണ്ടൊക്കെ നമുക്ക്
പല അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള സത്യം ഇപ്പോൾ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ക്രോണോസ് ലിബേഷനായിരിക്കും നമ്മുടെ കർത്താവ്. ജീവന്റെ അപ്പമായ യേശു നമ്മളെ സന്തുഷ്ടരാക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. സമാധാനത്തോടെ പോകുമെന്ന് പറയുമ്പോൾ സമാധാനത്തോടെ പോകുവാൻ ഈ സന്തുഷ്ടി സംതൃപ്തി നമുക്ക് ലഭിക്കുന്നുണ്ടോ? ലഭിച്ചു കഴിഞ്ഞാൽ അത് ചോർന്നു പോകുന്നുണ്ടോ? അത് തിരികെ കിട്ടുവാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പഠിക്കുവാൻ ഏതാനും മിനിറ്റിലൂടെ നമ്മൾ യേശുവിലിരിക്കുകയാണ്. ഇന്ന് പുതുതായി വന്നവരുണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് ഈ ധ്യാനമന്ദിരത്തിലൂടെ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നതെന്ന് പഠിപ്പിക്കുവാൻ, തിരുവചനങ്ങൾ മുറിച്ചു കൊടുത്ത് അതിന്റെ ശക്തി കൊണ്ട് കർത്താവിന്റെ തിരുശരക്തങ്ങൾ ഭക്ഷിക്കുന്നതും ആ കുർബാനയ്ക്ക് സംബന്ധിക്കുന്നതും എല്ലാം അനുഗ്രഹകരമാകുവാൻ, പിതാക്കന്മാർ പോയ പാതയിൽ പോകുവാൻ ഈ തിരുവചനം നമ്മളെ ഏതെല്ലാം തരത്തിൽ യഥാസ്ഥാനപ്പെടുത്തും. പരിശുദ്ധ വരവ തിരുമേനി വചനത്തെങ്കിൽ വിറച്ചിട്ട് ഉണ്ടായ പാപബോധം പ്രാർത്ഥനയാക്കി അത് പാപബോധന പ്രാർത്ഥനയാക്കി അത് വിശുദ്ധ കുർബാനാനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് തിരുമേനിക്ക് വിശുദ്ധിയിലേക്ക് നയിച്ച് തന്റെ ഖബറിടം എന്ന ലക്ഷക്കണക്കിന് പേരുടെ അനുഗ്രഹത്തിന്റെ പ്രൗഢമായി മാറിയത്. നമ്മളെല്ലാവരുടെയും ഖബറിടങ്ങൾ ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കഥകളായിട്ട് പൊതിച്ച് അത് കൊയ്തു വെച്ചിട്ട് വരുന്നവർക്കെല്ലാം മരിച്ചെടുക്കുവാനുള്ള അവസരം നൽകണമെന്ന് ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ, ഇയ്യോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സന്ദേശം അങ്ങനെയാണ്. നമ്മൾ പൂർണ്ണ വാർദ്ധക്യത്തിൽ ആത്മഫലങ്ങൾ വിളയിച്ച് വേല തികച്ച് പിതാവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന വേലകൾ ചെയ്തിട്ട് പിതാവ് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിപ്പോയാൽ നമ്മുടെ അസ്ഥികളും പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ രക്തം പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ജീവിതം പ്രസംഗിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ഖബറിടവും പ്രസംഗം പറയും. നമ്മുടെ ഇടവപ്പള്ളികളിലെ ഖബറിടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ശവക്കോട്ട എല്ലാവർക്കും വേടി സ്വപ്നമല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസം വരുമ്പോൾ മനസ്സില്ലാമെന്നതോടെ നമ്മൾ അവിടെ ഒന്ന് വൃത്തിയാക്കുമായിരിക്കും. ചിലപ്പോൾ അവിടെ ധൂപം വയ്ക്കും, എന്നിട്ട് നമ്മൾ സ്ഥലം വിടുക. നമുക്ക് അവിടെ രാത്രി പോകാൻ പേടിയാണ്. നമുക്ക് ആ കല്ലറയ്ക്കൽ പോകുമ്പോൾ ആ ശവക്കോട്ട ഒരു പേടി സ്വപ്നമാണ്. സാധാരണ സ്വഭാവങ്ങളുടെ ശവക്കോട്ട ഇന്ന് പലർക്കും പേടി സ്വപ്നമാണ്. എന്നാൽ പരിമത്തിരുമയുടെ കബറിടത്തിൽ ആളുകൾ ഇരിക്കുന്നു, കിടക്കുന്നു, വിശ്രമിക്കുന്നു, ധ്യാനിക്കുന്നു, കൊണ്ട് പോകുന്നില്ല. അവർക്ക് ഒരു പേടിയില്ല, പേടി മാറിപ്പോവുകയാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുകയും പിതാവ് കൽപ്പിച്ചിരിക്കുന്നതും കരുതിയിരിക്കുന്നതും അനുഗ്രഹങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടത് നിവർത്തിച്ചാൽ യേശു ഇരിക്കുന്നത് തന്നെ നമ്മളെ കൊണ്ടിരുത്താൻ പിതാവിന് ആഗ്രഹമുണ്ട്. യേശു ചെയ്ത എല്ലാ പ്രവൃത്തിയും നമുക്ക് ചെയ്യാം. യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ചിലത് മാറ്റിയിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ കഥാണോ എന്ന് ചോദിക്കുവാൻ ബന്ധിക്കത്തിന് ശേഷം 5-ാം ഞായറാഴ്ച പിതാക്കന്മാർ ഈ വേദഭാഗം ഉപയോഗിക്കുകയായിരുന്നു. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വയപരിശോധന ചെയ്യുകയാണ്. നമ്മുടെ ആധ്യാത്മികത എത്രത്തോളമായി? ശബരിപുത്രന്മാരുടെ മാതാവിന്റെ പ്രാർത്ഥന പോലെയാണോ നമ്മുടെ പ്രാർത്ഥന? ഇതെല്ലാവരുടെയും ആത്മീയതയുടെ ഒരു സ്റ്റേജാണ്. ആരും കുറ്റം പറയാൻ ഇത് പറയുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും എല്ലാ മതങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും മനുഷ്യന്റെ ആധ്യാത്മികതയുടെ ഓരോ സ്റ്റേജസാണ്. ആരും ആരെയും ഒന്നിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓരോ ക്ലാസ്സുകളാണ്, ഓരോ സ്പിരിച്വാലിറ്റിയുടെ ഓരോ ക്ലാസ്സുകളാണ്. അത് ഈ ക്ലാസ്സുകൾക്ക് തമ്മിൽ അകൽച്ചയുണ്ട്. ക്ലാസ്സുകൾക്ക് തമ്മിൽ മനസ്സിലാകുകയും വരാം. എല്ലാവർക്കും എല്ലാം മനസ്സിലാകുകയില്ല. അത് നമ്മളെ ഒരു മതത്തെയും ഒരു സഭയെയും ഒരു പ്രസ്ഥാനത്തെയും നമ്മൾ വെറുക്കാനോ അടയ്ക്കാനോ തള്ളിക്കളയാനോ പാടില്ല. അതിലൊക്കെ എന്തെങ്കിലും ചില സത്തുകളുണ്ട്, എന്തെങ്കിലും ചില നന്മകളുണ്ട്, എന്തെങ്കിലും ചില കാര്യങ്ങളുമുണ്ട്. അതിന് ഇപ്പോഴത്തെ കരിസ്മാറ്റിക് പ്രസ്ഥാനം മുഴുവൻ ചില സോപാനമാണ്, ചില കലവതിയാണ്, ചില ജനങ്ങളോട് ഓടിക്കൂടുന്നു. എന്നാൽ അത് ആധ്യാത്മികതയുടെ ഒരു അവസ്ഥയായിട്ട് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് നഴ്സറി ക്ലാസ്സിന് പറ്റിയ സിലബസ് അവിടെ വെച്ചിരിക്കുന്നു. അവർക്ക് വലിയ വലിയ പാഠങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ആക്ഷൻ സോങ്ങും കളിയും ചിരിയും തലകുത്തിമുറിച്ചിലും ഒക്കെ അതിനകത്തുണ്ട്. അവർക്ക് തൊണ്ടകീടെ ശബ്ദം വയ്ക്കാം, ഓടാം, എന്തും ചെയ്യാൻ അവർക്ക് അവിടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നഴ്സറി സ്കൂളിലെ പിള്ളേരുടെ എല്ലാ പ്രവണതകളും ശരീരത്തിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും മുതിർന്നവരും സഹിച്ചു വഹിച്ചു. അത് കണ്ട് ആനന്ദിച്ചവരുമുണ്ട്. കൊച്ചല്ലേ, കുസൃതിയല്ലേ, വളരട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ പലരും ഇങ്ങനെ ലാളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ പരുവത്തിലെത്തിയത്. നമുക്ക് ഓർമ്മയില്ലായിരിക്കും നമ്മുടെ കുസൃതി കൊണ്ട് എന്തെല്ലാം ആർക്കെല്ലാം ദോഷം വന്നു, എന്തെല്ലാം ആർക്കെല്ലാം അരോചകമായി തോന്നി, വീട്ടിൽ എന്തെല്ലാം സാധനം നമ്മൾ നശിപ്പിച്ചു. നമ്മുടെ കളിക്കിടയിൽ, നമ്മുടെ കുസൃതികൾക്കിടയിൽ, നമ്മുടെ പരാക്രമങ്ങൾക്കിടയിൽ, നമ്മുടെ വളർച്ചയ്ക്കിടയിൽ എത്ര പുസ്തകം കീറി കാണും, എത്ര വാഴ വെട്ടി കാണും, എവിടെയെല്ലാം കുത്തിവരച്ച് കാണും, ഏതെല്ലാം സാധനങ്ങൾ തല്ലിപ്പൊടിച്ച് കാണും, ടിവിയുടെ റിമോട്ട് കൺട്രോൾ വലിച്ചെറിഞ്ഞു കാണും, ഫോണെടുത്ത് എറിഞ്ഞു കാണും. ഇവരുടെ എന്തെങ്കിലും അർത്ഥം അറിയാവോ? പക്ഷേ മാതാപിതാക്കൾക്ക് സഹിക്കുകയാണ്. അതൊക്കെ അപക്വത കൊണ്ടാണെന്നും അജ്ഞത കൊണ്ടാണെന്നും തിരിച്ചറിവുള്ള മുതിർന്നവർ അത് സഹിക്കുകയാണ്, വഹിക്കുകയാണ്. ഇതുപോലെ
ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ മതങ്ങളും, എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും എന്തെങ്കിലും മനുഷ്യന്റെ ആധ്യാത്മികതയുടെ ഏതെങ്കിലും ഒരു ഘട്ടമായിട്ട് തന്നെ കണ്ടാൽ മതി. എന്തെങ്കിലും ഒന്ന് പൂർണ്ണതയുള്ളതോ എന്തെങ്കിലും പൂർണ്ണമായി തെറ്റെന്ന് പറഞ്ഞ് ആരും തള്ളാനോ കൊള്ളാനോ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാത്തിലും നല്ല അംശം ഉൾക്കൊള്ളണം. അങ്ങനെ നഴ്സറി ക്ലാസ്സിലെ പിള്ളേരുടെ ബലഹീനത മുതിർന്ന ടീച്ചേഴ്സും മാതാപിതാക്കളും സഹിച്ചിട്ട് അവരെ ഉറന്ന് അവര് PG കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. BA-യോ BSc ഒക്കെ കഴിഞ്ഞ് MSc ഒക്കെ പഠിക്കുന്നവർ നഴ്സറി പിള്ളേരെ പോലെയാണോ പഠിക്കുന്നത്? അവർക്ക് വല്ല ബഹളമുണ്ടോ? അവർക്ക് വല്ല എഴുത്തിയാട്ടമുണ്ടോ? അവര് ലൈബ്രറിയിൽ പോയിരിക്കുന്നുണ്ടാതിരിക്കും, വായിക്കും, എഴുതും, ക്ലാസ്സിൽ പോയിരിക്കും, അവർ ക്ലാസ് എടുക്കും. അതുപോലെയാണോ ഈ കൊച്ചു ക്ലാസ്സിലെ പിള്ളേരെ? എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് വ്യത്യസ്തമാണ്. എന്നാൽ MA-ക്കോ MSc-ക്കോ PhD-ക്കോ ഒക്കെ പഠിച്ചവർക്ക് ഏത് ക്ലാസ്സുകാരെയും മറിക്കാം. അവരിതൊക്കെ പഠിച്ചിട്ട് പോയതാ. പക്ഷെ മുകളിലുള്ളവരെ താഴെയുള്ളവർക്ക് മനസ്സിലാകുകയില്ല. ഈ ആധ്യാത്മികതയിൽ ഇങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ സ്റ്റാൻഡേർഡിലും കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാ പള്ളികളിലും എല്ലാ സ്റ്റാൻഡേർഡുകാരും കാണും, എല്ലാ മതങ്ങളിലും കാണും, എല്ലാ ഇടങ്ങളിലും കാണും. അനേക തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. ഇവരെല്ലാം ഉൾക്കൊള്ളണമെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞേക്കുക നല്ലത്. മനസ്സിലാകാത്തെല്ലാം തെറ്റെന്നോ മനസ്സിലാകാത്താലും ജീവിതത്തെന്നൊന്നും പറഞ്ഞ് തള്ളാനും പാടില്ല. എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്കുള്ളതല്ലായിരിക്കാം അതെ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ സമചിത്തതയോടും വിവേകത്തോടും കൂടെ കൈകാര്യം ചെയ്താൽ നമുക്ക് ആധ്യാത്മികതയുടെ ഉന്നത പദവിയിൽ എത്താൻ കഴിയും എന്നുള്ളത് നമ്മുടെ സഭയുടെ 4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പഠിപ്പിക്കുന്നു. നിക്കാ സുന്നോദോസ് വരെയുള്ള സഭയുടെ ചരിത്രം, സഭയുടെ ബാലപാഠങ്ങളെ അതിജീവിച്ചുകൊണ്ട്, പ്രസംഗങ്ങളെ അതിജീവിച്ചുകൊണ്ട്, അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് സഭയെ സത്യവിശ്വാസം ഉറപ്പിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണം എഴുതിയെന്നുള്ളത് ആ ഒരു 4 നൂറ്റാണ്ട് കാലത്തെ സഭാചരിത്രം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിങ്ങനെ 21-ാം നൂറ്റാണ്ടിൽ സഭ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ നൂറ്റാണ്ടുകളിലും സഭയ്ക്ക് മന്ദതയും പിൻമാറ്റങ്ങളും വന്നപ്പോൾ ഓരോ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നന്മയും തിന്മയും എന്നുള്ള യുദ്ധത്തിനിടയിൽ കയറ്റങ്ങളും വർഷങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ ആധ്യാത്മികതയും മനുഷ്യന്റെ ദാഹവും വിശപ്പും അടക്കുവാൻ സഭയുടെ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടാതെ വരുമ്പോഴാണ് ജനങ്ങൾ മറ്റു കാര്യം തപ്പി പോകുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ച നോക്കി ലഭിക്കേണ്ടതാണ്. വീട്ടിൽ കഞ്ഞിവയില്ലാതെ വന്നാൽ അയൽവക്കത്ത് തെണ്ടിപ്പാൻ സാധ്യതയുണ്ട്. വീട്ടിൽ കൃത്യസമയത്ത് ആഹാരമില്ലാത്ത ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ പിള്ളേർ ചിലപ്പോൾ ഹോട്ടലിലെ പടിക്കൽ പോയെന്നിരിക്കും, ചിലപ്പോൾ എച്ചിൽ നക്കിയെന്നിരിക്കും, അരുതാറ്റത്ത് ചെയ്തെന്നിരിക്കും. അത് മാതാപിതാക്കളുടെ ബലഹീനത കൊണ്ട് വന്നതാണ്. ഏതെങ്കിലും സഭയിൽ നിന്നോ ഏതെങ്കിലും പള്ളിയിൽ നിന്നോ ആരെങ്കിലും എവിടെയെങ്കിലും ആധ്യാത്മികതയ്ക്ക് വേണ്ടി പോകാൻ നിർബന്ധിതമാകുന്നെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായി മാതാപിതാക്കളിൽ നിന്ന് ക്രമീകരണം ചെയ്താൽ അവർക്ക് വേണ്ടി വിടപ്പെടുത്താൻ അവരെ എങ്ങും തട്ടിപ്പോവുകയില്ല എന്നുള്ളത് സത്യമാണ്. ഈ പറഞ്ഞതിന്റെ കാര്യം വസ്തുതകളെ വസ്തുനിഷ്ഠമായി, കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ എല്ലാത്തെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സഹിഷ്ണുതയോടെ കണ്ട് എല്ലാവരെയും യേശുവിൽ ഒന്നാക്കാൻ കഴിയുമെന്നുള്ള കാര്യം പഠിപ്പിക്കുക. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ എല്ലാ ബലഹീനതകളെയും ശരിക്കും ഉൾക്കൊണ്ട് അവരെ ആത്മനിറവിലേക്ക് പരിശീലിപ്പിച്ചത് 3-4 കൊല്ലം കൊണ്ടാണ്. ശിഷ്യന്മാരൊക്കെയും പ്രാകൃതരും ജലീയരും ഒക്കെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ ആത്മീയരാക്കി മാറ്റുവാൻ അനേക വർഷങ്ങൾ വേണ്ടി വന്നു. യേശുവിന് പോലും ഒരു 3-4 കൊല്ലം എടുത്തു അവരെ പ്രാകൃതാവസ്ഥയിൽ നിന്ന് ആത്മീയാവസ്ഥയിൽ എത്തിക്കാൻ. നമുക്ക് ഈ ക്ഷമയുണ്ടോ, പക്വതയുണ്ടോ? 30 കൊല്ലം ഒരുങ്ങിയിട്ട് ആ പണി ചെയ്തുകൊണ്ടാണ് 3 കൊല്ലം കൊണ്ട് ആ പണി സാധിച്ചത്. അങ്ങനെ നമ്മൾ ഒരുങ്ങാതെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഒന്നും എങ്ങും എത്തിപ്പെടുന്നുമില്ല. നമ്മളിങ്ങനെ പാഴായി പല കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞങ്ങൾ നീങ്ങുന്നു, പക്ഷേ ആത്മാവിൽ വളരുന്നുണ്ടോ എന്നുള്ള വിഷയം. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 5-ാം ഞായറാഴ്ച നമ്മുടെ പിതാക്കന്മാർ വായിച്ച് ധ്യാനിച്ചതായ വേദഭാഗം കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യരുടെ ലോ സ്റ്റാൻഡേർഡ് അവിടെ താഴ്ന്ന ആധ്യാത്മികതയെ ബോധവൽക്കരിച്ചിട്ട് അവരെ അതിൽ നിന്ന് ഉയർത്തി അവരെ പെന്തിക്കോസ്തിക്ക് കാത്തിരക്ഷിച്ച് അതിനുശേഷം ആത്മാവിൽ നിറഞ്ഞിട്ടാണ് ലോകത്തിന് ഏറ്റവും സാക്ഷിയായത്. ഈ പക്വതയും ഭാവതയും നമുക്ക് വേണം. കർത്താവ് ശബരിപുത്രന്മാരുടെ മാതാവിനോട് സംസാരിച്ചത് നമ്മളോട് എല്ലാവരും കൂടിയാണ് സംസാരിക്കുന്നത്. ആ മാതാവിന്റെ ഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ മാതാവിന്റെ അവസ്ഥ ഈ 12 ശിഷ്യന്മാരുടെയും സ്വഭാവം എപ്പോഴെങ്കിലും നമുക്ക് കാണും. യൂദായുടെ സ്വഭാവം എപ്പോഴെങ്കിലും നമുക്ക് വരാം. നമ്മളതിൽ നിന്ന് മാറിയാൽ നമുക്ക് തോമസ് ആകാം. തോമസിന്റെ ബലഹീനതയും പത്രോസിന്റെ ബലഹീനതയും ഒക്കെ നമുക്ക് വരാം. അതിൽ നിന്നെല്ലാം മാറി യോഹന്നാന്റെ അവസ്ഥയിലെത്തിയാൽ യോഹന്നാനും ഉണ്ട് ബലഹീനത. യോഹന്നാൻ അമിതമായ ഭക്തി കൊണ്ട് അമിതമായ വൈരാഗ്യം ഉണ്ടായി ശമരിയക്കാരെ കത്തിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ദുരാത്മാവുണ്ട്. ഭക്തിക്കകത്തോട്ട് ആ കപടഭക്തിയുടെ ദുരാത്മാവ് വരാം.
ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തിന്മ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ആ കാര്യം മനസ്സിലാക്കി ഈ 12 ശിഷ്യന്മാരിലും ദൈവാത്മാവിന് അവകാശമില്ലാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് 3-4 കൊല്ലം കൊണ്ടാണ് മാറി അവര് ആത്മനിറവിൽ പക്വതയും പാകതയുമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ഈ ശിഷ്യന്മാരുടെ 4 കൊല്ലത്തെ ഉള്ളത് നമുക്ക് ചിലപ്പോൾ 40 കൊല്ലം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 80 കൊല്ലം കൊണ്ടായിരിക്കാം കിട്ടുന്നത്. അതുകൊണ്ട് അത് എല്ലാവരിൽ നിന്നും എല്ലാം ഒരേ സമയത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. എല്ലാവരുടെയും പ്രായമൊന്നല്ല, എല്ലാവരുടെയും കഴിവുമൊന്നല്ല. ശരീരത്തിന്റെ പ്രായവും ആത്മാവിന്റെ പ്രായവും ദേഹിയുടെ പ്രായവും വിവിധമാണ്. ആ കാര്യം കൂടെ തിരിച്ചറിഞ്ഞെങ്കിൽ മറ്റുള്ളവരെ സഹിക്കാനും വഹിക്കാനും സാധിക്കുള്ളൂ. ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യന്റെ ആത്മാവ് ലോകത്താരംഭത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട് അത് യേശുവിന്റെ ഉള്ളിലായിരുന്നു. അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിനിടയിൽ ഇതിന് വേറെ നേഴ്സറി ഉണ്ടാകാൻ സാധ്യതയുള്ള ആധ്യാത്മികമായ ഒരു വലിയ കണ്ടുപിടുത്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ആത്മാക്കൾ യേശുവിനുള്ളിലായിരിക്കുന്ന ഒരു കാലം ലോകാരംഭത്തിന് മുമ്പേ പുത്രന്റെ കയ്യിലായിരുന്നു. നമ്മുടെ ശരീരം നമ്മുടെ മാതാപിതാക്കളുടെ കടിപ്രദേശത്തുമായിരുന്നു. അങ്ങനെ യേശുവിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവും നമ്മുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നമ്മുടെ ശരീരവും മറഞ്ഞിരിക്കുന്ന ഒരു കാലം. ഇത് തമ്മിൽ വലിയൊരു വിടവ്. ഈ വിടവിനിടയിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി സ്വർഗം ചെയ്തിരിക്കുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. അതെന്താണെന്നറിയാവോ? ദൈവത്തിന്റെ ലോകത്തിലെ പിതാവ് കരുതിയിരിക്കുന്ന പരിപാടികൾ പിതാവിന്റെ ഒരു പരിപാടി ആർക്കും തോൽപ്പിക്കാനൊക്കെയില്ല. ഏത് മൂന്ന് പിശാച് വന്നാലും സ്വല്പം താമസിപ്പിക്കാനേ പോകും. അത് കണ്ടുകൊണ്ട് കർത്താവ് വലിയ മുൻകരുതൽ ചെയ്തിട്ടുണ്ട്. ഏതെന്തോട്ടത്തിൽ കയറി ദൈവത്തിന്റെ പദ്ധതിയെ തൽക്കാലത്തേക്ക് തകിടം മറിച്ചതായ പിശാചിന്റെ തലയടയ്ക്കാൻ ദൈവം വളരെ ദീർഘമായ ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയത്. യുഗങ്ങൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുന്ന ഒരു വലിയ പദ്ധതി. ആ പദ്ധതിക്കിടയിൽ പിശാചിനെ ഇഷ്ടം പോലെ ജീവിക്കാൻ വിട്ടുകൊടുത്തിട്ട് പിശാചിന് രാജ്യവും കൂടെ കൊടുത്തിട്ട് നേർക്ക് കിട്ടുന്നവരെ നീ എടുത്തു എന്ന് പറഞ്ഞ് മഹാമനസ്കനായ പിതാവായ ദൈവം തന്നെ ശത്രുവായ പിശാചിന്റെ രാജ്യവും ആ രാജ്യത്തിൽ തന്നോട് 33 കോടി മാലാഖമാരും കൂടെ വേണ്ട പുകഴാൻ പറഞ്ഞു. അങ്ങനെ 33 കോടി മാലാഖമാരെ പിശാചികളാക്കി ചെറുവിട്ട് മറിക്കുന്ന ഗുരു ഒരു രാജ്യം സ്ഥാപിച്ചിരിക്കുക. അവന്റെ കൂടെ അനേകം മനുഷ്യരും കൂടിയിട്ടുണ്ട്. ഇതാണ് പിശാചിന്റെ രാജ്യം. നിന്റെ രാജ്യം വേണമെന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്റെ കാര്യം വേറെ രാജ്യം ഇവിടെ ഉണ്ട്. നമ്മൾ ആ രാജ്യത്തിലാണ് തുറന്നു വീണിരിക്കുന്നത്. പിശാചിന്റെ രാജ്യത്തിൽ പറഞ്ഞവരായ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിൽ തുറക്കണമെങ്കിൽ ആ രാജ്യം വരണ്ടേ, നമ്മൾ സമ്മതിക്കണ്ടേ? അങ്ങനെ പിശാചിന്റെ രാജ്യം വേണ്ടാന്നും ദൈവത്തിന്റെ രാജ്യം മതിയെന്നും വിചാരിച്ച് പിശാചിന്റെ രാജ്യത്തിന്റെ അവകാശം തീർത്തെങ്കിൽ മാത്രമേ പുതിയ രാജ്യത്തിലൂടെ കയറാനൊക്കെയുള്ളൂ. അതിന് NOC പാസ്പോർട്ടും വിസയൊക്കെ വേണം. അത് NOC വിചാരിച്ച് തരണം, പാസ്പോർട്ട് കർത്താവും തരണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപേക്ഷ സ്വീകരിച്ചിട്ട് പാസ്പോർട്ട് തരാനാ അങ്ങോട്ട് കയറ്റാൻ. അപ്പൊ ദൈവരാജ്യം നമ്മുടെ സമീപത്ത്, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ, നമ്മൾ ദൈവരാജ്യത്തിന്റെ അകത്ത് ജീവിക്കാകുന്ന പോലെ അനുഭവങ്ങളുണ്ട്. ഇത്ര നേരം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഈ നമ്മുടെ ആത്മാക്കൾ കർത്താവിന്റെ ഉള്ളിലായിരിക്കുന്ന കാലത്തിനും നമ്മുടെ ശരീരങ്ങൾക്ക് മാതാപിതാക്കളുടെ ഉള്ളിലായിരിക്കുന്ന കാലത്തിനിടയിൽ ഒരു വിടവുണ്ടെന്ന് പറഞ്ഞു. ആ വിടവിൽ ദൈവത്തിന്റെ പത്ത് നടപ്പിലാക്കാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ട്, ഒരു വലിയ ബുദ്ധിപൂർവമായൊരു കരുതലുണ്ട്. അതേതാണെന്നറിയാമോ? ഹവ്വ വെല്ലുവിളിച്ച് മനുഷ്യജാതി ഇവിടെ വഞ്ചിച്ചപ്പോൾ അന്നേരെ പിതാവാൽ ഈന്നും വരാൻ കരുത ഇങ്ങനെ ചതി ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരിച്ച് തന്റെ പുത്രന്റെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന ഏറ്റവും നല്ലൊരു ആത്മാവിന്, ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന ഒരു നേഴ്സറിയിൽ ആ ആത്മാവിനെ പറിച്ചു നട്ട് അവിടെ വളർത്തിയെടുത്തിട്ടാണ് അന്നായുടെയും ഇയാഫിമിന്റെയും ആ ഉള്ളത്തിലേക്ക് അങ്ങോട്ട് നട്ടുകൊടുത്തത്. അപ്പൊ അന്നായുടെയും ഇയാഫിമിന്റെയും, അതായത് കന്യമറിയാവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിൽ ഒരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം അങ്ങോട്ട് കൊടുത്തു. അനേക നാൾ അവരെ കൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിപ്പിച്ചു. ഒരു 40 സുവാസം എടുത്തു. ദൈവഹിതപ്രകാരം ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അതിനെ ദൈവവേലയ്ക്ക് സമർപ്പിക്കാമെന്ന് പറയിപ്പിച്ചു. ഞാൻ ആ കുഞ്ഞിനെ കുറിച്ചൊരു പ്രായം ഒരു കുഞ്ഞിനെ കണ്ടാൽ മതി, ആ കുഞ്ഞിനെ ഞങ്ങൾ പാല് കുടിപ്പിച്ച് വളർത്തിക്കോളാം, അതിനുശേഷം നിന്നെ ഏൽപ്പിച്ചോളാം, 3 കൊല്ലം ഞങ്ങൾ പാല് കുടിപ്പിക്കാം, അതിനുശേഷം ആ കുഞ്ഞാണായാലും പെണ്ണായാലും പിതാവിന്റെ പദ്ധതിക്കുന്ന അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അവർ എല്ലാ വഴികളും അവിടെ ഒത്തിരി കണ്ണുനീർ കുടിപ്പിച്ചു. അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നിടം വരെ അവരെ കുടുംബജീവിതത്തിൽ അസന്തുഷ്ടരാക്കി കണ്ണുനീർ കുടിപ്പിച്ചു. അവരങ്ങനെ നേർച്ച നേർന്നു. 40 ദിവസം രണ്ടുപേരും മാറിയെന്ന് നോമ്പെടുത്തു. ആ നോമ്പിന്റെ മറുപടിയായിട്ടാണ് കന്യമറിയാൻ ജനിക്കുന്നത്. ആ കന്യമറിയാം യൂയാഫീമിൽ നിന്ന് ഹന്നാമിൽ നിന്ന് ജനിച്ചൊരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ഈ മറിയാമിന്റെ ആത്മാവിനെ പഴയ നിയമകാലത്തെ ഏതോ വലിയ പ്രവാചകന്മാരുടെ ദേഹിയിൽ നട്ട് വളർത്തി അങ്ങനെ ഒരു നടുതലയായി നിർത്തിയിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതേ ഉള്ളൂ. ഒരു കൃഷിയുടെ വലിയ തത്വമാണത്. നല്ല ഫലം കായ്ക്കണമെങ്കിൽ പാകപ്പെടുത്തിയ നല്ല നേഴ്സറിയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ചെടി പറിച്ചങ്ങോട്ട് നട്ടാൽ വളരെ വേഗം അത് ഫലം കായ്ക്കും.
മറിയാം ഈ ലോകത്തിലെ പാപശാപങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിന്ന കുരിശിന് ചുവട് വരെ ബോധം കെടാവുന്നതിന്റെ കാര്യം മറിയാമിന്റെ ശരീരത്തിന്റെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ ദേഹിയുടെ പ്രായം ഉണ്ടായിരുന്നു. അവിടെ സോൾ ഏജ് എന്ന് പറയുന്നത്, സോൾ ഏജ്, ഏജ് ഓഫ് സോൾ. അപ്പൊ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഈ സാധാരണ മൂക്കിൽ ശ്വാസം കയറുമ്പോഴാണ് നമുക്ക് സാധാരണ സോൾ ഉണ്ടാകുന്നത്. ആദാമിനെ മണ്ണുകൊണ്ട് നനഞ്ഞുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം നോക്കിയപ്പോൾ അവൻ ദേഹിയായി തീർന്നു, ലിവിങ് സോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ ആദാം മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടു, ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ എന്നാണ് ആ ആദാമിന്റെ ജീവൻ പേര് കൊടുത്തത്. നമുക്ക് അങ്ങനെ സോളുണ്ട്, ഒരു ദേഹിയുണ്ട്, പ്രാണനുള്ള പ്രാണിയായി നമ്മൾ മാറി. ആ സാഹചര്യത്തിൽ ആദാമിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ കയറിയതായ ആ സോളിന് അന്ന് മുതലുള്ള പ്രായമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദേഹി വളരെ ബലഹീനമായിരുന്നു. എന്നാൽ മറിയാമിന്റെയോ അവസ്ഥ അതല്ലായിരുന്നു. മറിയാമിന്റെ ജീവിതം, മറിയാമിന്റെ ദേഹി എന്ന് പറയുന്ന ആ മണ്ഡലം, മറിയാമിന്റെ ആത്മാവും പ്രവാചകന്മാരുടെ എല്ലാം ദേഹീന മണ്ഡലം കൂടെ ചേർത്തൊരു നേഴ്സറി ഉണ്ടാക്കി സ്പെഷ്യലായിട്ട് മാതാവിനെ അവിടെ വളർത്തിയെടുത്തിട്ട് യുയാത്തുവിന്റെയും കന്യാവിന്റെയും ഫീൽഡ് തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും, പ്രായത്തിൽ കവിഞ്ഞ ഗ്രഹണശക്തിയും, പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസവും പ്രത്യാശയും സ്ഥിരതയും എല്ലാം ഈ മാതാവിനുണ്ടായിരുന്നു. അത് സോളേജ് കൂടുതലായതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അതേ പ്രായമുള്ള സോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 100-1000 കൊല്ലം വർഷങ്ങൾക്ക് മുമ്പ് നട്ടിട്ട് പറിച്ചടപ്പെടുന്ന സോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ധ്യാനമന്ദിരത്തിൽ വന്ന പലരുടെയും ഹിസ്റ്ററി പഠിച്ചപ്പോൾ, സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ പോയി പരിധി നോക്കിയപ്പോൾ കണ്ടെത്തിയ കാര്യം നമ്മുടെ പലരുടെയും സോളേജ് നമ്മുടെ പ്രായത്തിനേക്കാൾ വളരെ കുറവാണ്. ഏതാ 10, 40, 60, 70 വയസ്സുള്ളവർക്ക് സോളേജ് 2, 3 ഒക്കെ ആകാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരപ്രകാരം രോഗിയിലൂടെ ജനിച്ചാലും നമ്മുടെ ദേഹിക മണ്ഡലത്തിലെ പ്രാണൻ മുഴുവൻ മരിച്ച് പാതാളത്തിൽ പോയി ഒട്ടും വളരാതിരിക്കുന്ന അവസ്ഥ വരാം. നമ്മുടെ ശരീരത്തിനോടൊപ്പം തന്നെ ദേഹിക്ക് വളർന്നു വരുന്ന മണ്ഡലം ഉണ്ടാകാം. ശരീരം ജനിക്കുന്നതിന് മുമ്പേ സോൾ വളർന്നിട്ട് അത് നമ്മുടെ ദേഹിയിൽ പറിച്ചടപ്പെട്ട് വളരുന്ന അവസ്ഥ ഉണ്ടാകാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ വിവിധ തരത്തിലുള്ള ഗ്രഹണശക്തിയും ആധ്യാത്മികതയും വരുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. മുമ്പന്മാർ മുമ്പന്മാരുമാകുന്നതിന്റെ കാര്യം പിറന്നു വീഴുന്ന കുഞ്ഞ് ഗർഭത്തിൽ വെച്ച് തന്നെ ആത്മാവ് പറയാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ സ്നാപകൻ സ്ത്രീകൾ ചുറ്റുകളിലേക്ക് മഹാനാണെന്ന് പറയാൻ കാരണം യോഹന്നാൻ സ്നാപകന്റെ ആത്മാവ് ഈ യോഹന്നാൻ സ്നാപകൻ പിറന്നു വീണപ്പോൾ തന്റെ ശരീരത്തിൽ പ്രവേശിച്ചെങ്കിലും അതിനു മുമ്പേ തന്നെ ഈ യോഹന്നാൻ സ്നാപകന്റെ ആത്മാവിനെ എല്ലാ പ്രവാചകന്മാരുടെയും രീതിയിൽ നട്ടുവളർത്തി. അങ്ങനെ ഏലിയാവിന്റെ ആത്മാവിന്റെ നേഴ്സറിയിൽ നിന്നാണ് ഈ എലിസബേത്തിന്റെ ഗർഭത്തിലേക്ക് കുഞ്ഞെ പറിച്ചു നട്ടത്. അതുകൊണ്ട് സ്ത്രീകൾ നേഴ്സറിയിലേക്ക് മഹാൻ ഏലിയാവിന്റെ ആത്മാവുള്ള ആളാണ്. അപ്പൊ ആ ഏലിയാവിന്റെ ആത്മാവ് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ മണവറയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സക്കറിയാവിന്റെയും എലിസബേത്തിന്റെയും ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവത്തിന്റെ അള്ളപ്പാടനുസരിച്ച് അവർ ഒരുങ്ങി തയ്യാറായി അവിടെ വിവാഹ ജീവിതത്തിലെ ബന്ധങ്ങളിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന സമയം അവരുടെ ആ മുറിയിൽ ഏലിയാവിന്റെ ആത്മാവും കൂടി ഉണ്ടായിരുന്നു. ഏലിയാവിന്റെ നേഴ്സറിയിൽ നിന്ന് ഈ യോഹന്നാനെ പറിച്ചങ്ങോട്ട് നട്ടു. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന് പ്രായത്തിൽ കവിഞ്ഞ സോളേജ് ഉണ്ടായിരുന്നു. 1000 വർഷം മുമ്പേ തന്നെ ഈ കുഞ്ഞിന്റെ ആത്മാവിനെ ഒരുക്കി സ്ത്രീകൾ നെറ്റിലേക്ക് മഹാനായ ഒരു പ്രവാചകനായി എ ബോൺ പ്രോഫറ്റായിട്ടാണ് തുടങ്ങി വന്നത്. ഒരു പ്രോഫറ്റായിട്ടാണ് ജനിക്കുക. ഗർഭത്തിൽ വെച്ച് തന്നെ പണികൾ ഭൂരിഭാഗവും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളിന്റെ സോളേജ് കൂടുതലായതുകൊണ്ടാണ് ആ ബോഡിക്ക് ഒറ്റയ്ക്ക് വളരാൻ കഴിഞ്ഞത്. അമ്മയില്ലാതെ ഹേരോദാവിന്റെ വീടിനങ്ങളുടെ മധ്യത്തിൽ ഈ കുഞ്ഞ് കാട്ടിക്കിടന്ന് വളർന്നു. അമ്മയില്ലാതെ അപ്പനില്ലാതെ കാട്ടിൽ കിടന്ന് കരഞ്ഞ് വളർന്ന് എങ്ങനെ വളരും ഒരു കുഞ്ഞ്? സാധാരണ കുഞ്ഞുങ്ങളാണ് ചത്തുപോയത്. ഈ ഏലിയാവിന്റെ ആത്മാവുള്ള സോളേജ് കൂടിയ കുഞ്ഞായിരുന്നുകൊണ്ട് നല്ല സഹനശക്തിയാണ്. ആ കൊച്ചു വിശക്കുമ്പോൾ കാട്ടിൽ കിടന്ന് അലറിക്കരയുമ്പോൾ ഒരാട്ടിൻകുട്ടിയുടെ ശബ്ദം പോലെയായിരുന്നു എന്നാണ്. ആട്ടിൻകുട്ടിയുടെ ശബ്ദമായിരുന്നു ഈ കുഞ്ഞിന്. അപ്പോൾ അവിടെ എവിടെയോ ഉണ്ടായിരുന്ന ഒരു നാട്ടാളിന് തോന്നി എന്റെ കുഞ്ഞായിട്ടാണ് കരയുന്നെന്ന്. പ്രസവിച്ച കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്ന കാട്ടാളിന് തോന്നി ഇത് എന്റെ കുഞ്ഞെവിടെയോ കിടന്ന് കരയുന്നു. ആ കുഞ്ഞിന് ഈ കരയുന്ന കുഞ്ഞിന്റെ അടുത്ത് വന്നപ്പോൾ
ഈ കാട്ടാള് തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത പോലെ തന്നെ ഈ യോഹന്നാൻ സ്നാപകന് പാല് കൊടുത്തു വളർത്തിയെന്നാ പറയും. ഈ കുഞ്ഞിന് പാല് വേണ്ടിപ്പോഴൊക്കെ കരയും, ആട്ടുംകുട്ടിയുടെ ശബ്ദമാണ്, തള്ള വന്ന് പാല് കൊടുക്കും. അങ്ങനെ ഈ കുഞ്ഞ് കാട്ടിക്കിടന്നു വളർന്നു. ആരുടെയും സഹായമില്ലാതെ 30 വയസ്സ് വരെ മരുഭൂമിയിൽ ഏലിയാവിന്റെ ആത്മാവോടെ വൃതനിഷ്ഠയിൽ ജീവിച്ചു. അങ്ങ് കൃത്യസമയമായപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു കേട്ട് യേശുവിനെ മാംസമുക്കാൻ നിന്നു, യേശുവിന് വേണ്ടി വഴിമാറിക്കൊടുത്തു. അപ്പോൾ സോളേജ് കൂടുതലുള്ളവർക്ക് മാത്രമേ അസൂയയില്ലാതിരിക്കുകയുള്ളൂ. ഈ അസൂയ എന്ന് പറയുന്ന അസുഖം സോളേജ് പറയുന്നത് വരുന്നതാണ്. അതുകൊണ്ട് ഒരു 100 കണക്കിന് സോളേജ് ഉള്ളവർക്ക് മാത്രമേ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സഹിക്കുവാനും എല്ലാവരെയും വഹിക്കുവാനും എല്ലാത്തിനെയും ദൈവസ്നേഹത്തോടെ കാണാനും കഴിയുള്ളൂ. നമ്മുടെ ശൈശവാവസ്ഥയിലെ അപക്വത കൊണ്ടാണ് അസൂയയും അഹങ്കാരവും ത്യാഗവും എല്ലാം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെയ്താൽ പോരെ. കൊച്ചുകുഞ്ഞ് വലിയ തടി പിടിക്കേണ്ട കാര്യമുണ്ടോ? ആന ചെയ്യേണ്ട കാര്യം ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ആന വലിയ തടി പിടിക്കുന്ന കാണുമ്പോൾ ആട് വിഷമിക്കേണ്ട എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് കരയേണ്ട കാര്യമുണ്ടോ? ആടിനെ കൊണ്ട് പറ്റുന്ന കാര്യം മതിയെന്ന്. ഇതുപോലെ ആനയും ആടും പോലെയുള്ള വ്യത്യാസം ആധ്യാത്മികതയിലുണ്ടാകാം. അത് ജന്മനാ കിട്ടുന്നതുണ്ട്, ജനിക്കുന്നതിന് വർഷം കൊണ്ട് ഒരുക്കപ്പെട്ടവരുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ സാധിക്കുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല, അസൂയപ്പെടേണ്ട കാര്യമില്ല. ദൈവം എന്നെ അങ്ങനെ കേട്ടിട്ടു. ഇപ്പോ മാതാപിതാക്കൾക്ക് നമ്മളെക്കാൾ പ്രായം കൂടുതലാണെന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അവരെ ബഹുമാനിക്കണം. അയ്യാതെ അങ്ങനെ ദൈവം കിട്ടിച്ചതാ. ഏതായാലും അപ്പനും അമ്മയ്ക്ക് നമ്മളെക്കാൾ പ്രായമില്ല നമ്മൾ ജനിക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ ആധ്യാത്മിക മണ്ഡലത്തിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരുണ്ട്. ശരീരപ്രകാരം പ്രായം കുറഞ്ഞവർക്ക് ആത്മാവിൽ പ്രായമുള്ളവർ കാണും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് യോഹന്നാൻ സ്ലീഹയാണ് സ്ലീഹന്മാരുടെ കൂട്ടത്തിലേക്കും പ്രായം കുറഞ്ഞവൾ എല്ലാവരെയും കോളേജ് കൂടുതൽ യോഹന്നാനായിരുന്നു. അതാണ് അറിഞ്ഞിരിക്കണം. യോഹന്നാനാണ് ഈ 12 പേരിലും സോളേജ് കൂടുതലുള്ള ആള്. യോഹന്നാൻ തന്റെ ഈ പറഞ്ഞ സെബദിപുത്രന്മാരുടെ മാതാവ്. ഈ മാതാവിന്റെ ഉള്ളിൽ യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 100 കണക്കിന് വർഷത്തിന് മുമ്പ് തന്നെ ഈ യോഹന്നാന്റെ ആത്മാവിനെ ഏതോ വിശുദ്ധന്മാരുടെ നേഴ്സറിയിൽ, പ്രവാചകന്മാരുടെ നേഴ്സറിയിൽ നട്ടുവളർത്തി കൃത്യസമയമായപ്പോൾ ഈ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കുക. അമ്മയ്ക്ക് പോലും ഒന്നും മനസ്സിലായിട്ടില്ല. അത് നമ്മളാരും മനസ്സിലാവുന്നത് അത് സ്വർഗത്തിന്റെ രഹസ്യമാണ്. ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ കുശുമ്പ് കുത്താതിരിക്കുക. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം പറ്റത്തില്ല, അവർക്ക് പ്രായം കൂടുതലെന്ന് വിചാരിച്ചിട്ടാൽ മതി. അപ്പൻ വലിയ ഭൂമായിട്ട് കളിക്കുമ്പോൾ 2 വയസ്സുള്ള പോയിട്ട് അപ്പ എനിക്ക് കൊടുത്ത് കളക്കണം എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? അയ്യോ എന്നെ കൊണ്ട് കളിക്കാൻ തോന്നില്ല, കരയേണ്ട കാര്യമുള്ളത്. ഞാനും പ്രായമാകുമ്പോൾ അങ്ങനെയാകും. എന്റെ അപ്പൻ എന്നേക്കാൾ പ്രായമുള്ള ആളാണ്, കുറെ കൂടെ പ്രായമുള്ള ആളായതുകൊണ്ട് കുറെ കൂടെ പാകതയും ആരോഗ്യമുള്ള ആളാണ് ചെയ്തിട്ട് അത് എന്നെ വളർത്താനാണെന്ന് വിചാരിച്ച് നന്ദി പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് കിളയ്ക്കാൻ നിവൃത്തിയില്ലാതെ എന്റെ പപ്പ എനിക്ക് വേണ്ടി കിളച്ച് അധ്വാനിച്ച ആഹാരം ഉണ്ടാക്കി തരുന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. അല്ല ഞാനും കൂടെ കിളച്ചിട്ട് കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞാൽ സംഘം കിടക്കുവോ? ഇല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റക്കുറച്ചിൽ പല കാര്യങ്ങളെ ആശ്രയിച്ചാണ്ടിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് പിടികിട്ടുകയില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്ക് തന്നത് മതി. അതുകൊണ്ട് നമ്മൾ പരിധി വിട്ടൊന്നും ആഗ്രഹിക്കാതിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കർത്താവ് തരുന്നത് മതി. ഏതാ കർത്താവ് എനിക്ക് അത് മതി എന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമാണ്. ആവശ്യമില്ലാത്ത ആശകളാണ് നിരാശ ഉണ്ടാക്കുന്നത്. അപ്പൊ നിരാശ ഉണ്ടാകാതിരിക്കാൻ എന്താ ചെയ്യണം? ആശയില്ലാതിരുന്നാൽ മതി, ഒന്നും ആശിക്കേണ്ടത്. കർത്താവിനെ മാത്രം ആശിച്ചാൽ മതി, അത് കിട്ടും. പരിശുദ്ധാത്മാവിനെ മാത്രം ആഗ്രഹിക്കുക, ആശിക്കുക. അത് അളവില്ലാതെ വരാമെന്നാ പറയുന്നത്. അതിനോട് വല്ലൊരു താല്പര്യമുണ്ടോ? പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കുക, ആഗ്രഹിക്കുക. അത് കിട്ടിക്കഴിയുമ്പോൾ വേണ്ടതെല്ലാം കുറേ വന്നോളും. എന്തൊരു സ്വസ്ഥതയായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് എവിടെ ഇതാ ഈ സെബദിപുത്രന്മാരുടെ മാതാവിന്റെ ബലഹീനത നമ്മുടെ ഇമ്മച്യൂരിറ്റി കൊണ്ട്, അപക്വത കൊണ്ടുണ്ടായതാണ്. ഈ മാതാവിനേക്കാൾ പ്രായം കൂടിയ ആളാണ് ആരാ? മകൻ. ഈ യോഹന്നാൻ ഈ അമ്മയേക്കാൾ സോളേജുള്ള ആളായതുകൊണ്ട് പക്വതയും പാകതയും കൊണ്ട് വിരുദ്ധിന്റെ ചോട്ടി പോയി നിൽക്കുക. ഇത് അമ്മയെ പോലെ യേശുവിന്റെ അമ്മയ്ക്കും ഈ യോഹന്നാനുമാണ് ആ കാലത്തേക്ക് ഏറ്റവും സോളേജ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സഹിക്കാനും വഹിക്കാൻ കഴിയുന്നത്. ഉയർന്ന കാര്യങ്ങളെ കാണാൻ, ദൈവത്തിന്റെ കണ്ണിക്കൂടെ കാണാൻ കഴിയുമ്പോൾ എല്ലാത്തിനെയും സഹിക്കാനും വഹിക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് സെബദിപുത്രന്മാരെ പോലെ, സെബദിപുത്രന്മാരുടെ അമ്മയെ പോലെ നമ്മൾ വല്ലാതെ യാചിച്ചു കളയും. അത് ദൈവത്തെ ചൊടിപ്പിക്കാൻ സാധ്യതയുണ്ട്. നീ വല്ലാതെ യാചിക്കുന്നു, നീ എന്താ ചോദിക്കുന്നതിന് അർത്ഥം മനസ്സിലാകുന്നില്ല. കർത്താവിന്റെ പാനപാത്രത്തിന്റെയും മാമോദിസായുടെയും പങ്കെന്ന് പറയുന്നത് യേശുവിന്റെ കാൽവരി ക്രൂശിന്റെ അനുഭവമാണ്. ഇതിന്റെ ഈ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ലെന്നുള്ള കാര്യം ഇന്നത്തെ വേദഭാഗത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17 തൊട്ട് യെരൂശലേമിലേക്കുള്ള യാത്രയിൽ യേശു 12 ശിഷ്യരെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് ചെവി പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് ഒട്ടും മനസ്സിലായില്ല. നമ്മൾ സാധാരണ ചെവി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ.
മറ്റാരും അറിയണ്ടെന്ന് പറഞ്ഞ് ചെവി പറയും, അത് മറക്കുകയില്ല. പക്ഷെ ഇവർക്ക് യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് പിടികിട്ടിയില്ല. നാം യെരൂശലേമിലേക്ക് പോവുകയാണല്ലോ, മനുഷ്യപുത്രൻ അവിടെ വെച്ച് മഹാപുരോഹിതന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ മനുഷ്യപുത്രനെ വധശിക്ഷയ്ക്ക് വിധിക്കും, വിജാതിയരെ ഏൽപ്പിക്കും, അവർ അവനെ അവഹേളിക്കും, തല്ലും, കുരിശിൽ തറയ്ക്കും, മൂന്നാം ദിവസം ഉയർത്തും. ഇതെല്ലാം യേശുവിന് ബോധമുണ്ടായിരുന്നു. 30 കൊല്ലം തൈരും തേനും കൊണ്ട് ഉപജീവിച്ച് തിന്മയത്തിൽ നമ്മേൽക്കാൻ പ്രായമാകുന്നവരെ കാത്തിരുന്നുകൊണ്ടാണ് യേശുവിന് ആ വിവേചന ശക്തി മനുഷ്യപുത്രൻ എന്ന നിലയിൽ കിട്ടിയത്. ഈ ഒരു വിവേചന ശക്തി കിട്ടിയിട്ടേ നമ്മൾ ഏതെങ്കിലും പണിക്ക് പോകാവൂ. അത് എത്ര പ്രായം എന്നുള്ള വിഷയമല്ല. പലരും ഇവിടെ 38 വയസ്സായിട്ട് കല്യാണം നടക്കുന്നില്ലേ എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഏതാ എന്തെല്ലാം ഡിഗ്രി ഉണ്ടായിട്ട് ജോലി കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷെ അവരുടെ ദൈവാത്മാവിന് പറയാനുള്ളത്, അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കുരിശു സഹിക്കാനുണ്ട്, ഒരു കുരിശു വഹിക്കാനുണ്ട്, അതിനു മുമ്പ് കിട്ടേണ്ട ചില അനുഗ്രഹങ്ങളുണ്ട്. അതിന് എത്ര പ്രായമായെന്നുള്ള വിഷയം അതിനു മുമ്പ് കിട്ടേണ്ട കാര്യം. യേശു ഏതെങ്കിലും എല്ലാവരുടെയും കർത്താവാകുന്നതിന് മുമ്പ് ഈ അനുഭവങ്ങൾ വേണമായിരുന്നു. അത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യമാണോ എന്നാണ് ചോദിച്ചത്. നാം യെരൂശലേമിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. ഞാനെന്നല്ല പറഞ്ഞത്, നമ്മൾ അത് ഈ ഒരു 12 പേരും കൂടെ അനുഭവിക്കേണ്ടതായിരുന്നു. ഒന്നേ കൂടെ വന്നുള്ളൂ എന്നാ പറഞ്ഞു. നാം യെരൂശലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ അവിടെ വെച്ച് മഹാപുരോഹിതന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ യേശുവിനോടൊപ്പം ഈ 12 പേരും മഹാപുരോഹിതന്മാരുടെയും വേദപണ്ഡിതരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. ആ കാക്കായുടെ ബാക്കി ഒരു കുടിക്കേണ്ടതായിരുന്നു, ഒന്നിച്ചു കുടിക്കേണ്ടതായിരുന്നു. പക്ഷെ യോഹന്നാൻ മാത്രമേ ഒന്നിച്ചു കുടിക്കാൻ, ബാക്കിയുള്ളതിന് പുറകെ വന്ന് കർത്താവ് വെച്ച് മട്ടിട്ടിരുന്നു, അത് കുടിച്ചു. അതാ അവിടെ എല്ലാം കുറെ തെറ്റിട്ടുണ്ട്. അങ്ങനെ ഒന്നിച്ചു കുടിക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നാം യെരൂശലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ അവിടെ വെച്ച്. അപ്പൊ ഈ കാസായ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാ, ഞാൻ കുടിക്കുന്ന കാസ, യേശു കുടിച്ച കാസായുടെ അതിനകത്ത് എന്തെല്ലാം സാധനമുണ്ട്, ആ കാസായിക്കകത്ത് എന്തെല്ലാം എസൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം യെരൂശലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് ഇപ്പം മഹാപുരോഹിതന്മാരുടെയും വേദപണ്ഡിതരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട് അവർ മനുഷ്യപുത്രനെ വധശിക്ഷയ്ക്ക് വിധിക്കുക, വിജാതിയരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു ബോധമില്ലാത്തത് നമ്മളെ പന്താടുമെന്ന് അവിടെ ഫുട്ബോൾ കൊണ്ട് തൊഴിക്കുന്ന പോലെ തൊഴിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു. അങ്ങനെ കാണുന്നവരെല്ലാം നമ്മളെ തൊഴിക്കത്തക്കൊണ്ടും ഫുട്ബോൾ കോർട്ടിലേക്ക് ലോകകപ്പിന് പന്ത് കിടന്ന് കളിക്കുന്ന പോലെ നമ്മളെ ഇടിയുണ്ട്, ചവിട്ടുകൊണ്ട് കിടക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഇടയിൽ ഉയർത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിജാതിയരെ ഏൽപ്പിക്കും, അവർ അവനെ അവഹേളിക്കും, തല്ലും, കുരിശിൽ തറയ്ക്കും. അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഇത് വല്ലതും ഉണ്ടോ? ഇതാണ് പിതാവ് നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന കാസ. പുത്രനെ വെച്ചിരിക്കുന്ന കാസയുടെ ബാക്കി നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഈ കാസ വിളിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി, ഇത് കഴിഞ്ഞ് ജോലി ചെയ്യിക്കാൻ മതി, ഇത് കഴിഞ്ഞ് ഗൾഫിൽ പോയാൽ മതി, വീട് പണിതാൽ മതി എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്. അല്ലാത്തവർക്ക് അനുഭവിക്കാൻ ഒക്കെയെന്നാ പറഞ്ഞത്. കർത്താവിന് ആ മുൻഗണനാക്രമത്തിൽ ആ ആവശ്യബോധത്തോടെ തന്റെ ശിഷ്യന്മാരെയും കൂടെ നിർത്താൻ വേണ്ടത് ചെയ്തു. ചെവി പറഞ്ഞ കാര്യം. പക്ഷെ അവരവന് വിട്ടുപോയി. അവരെ ഭരിച്ചത് വേറെ ചിലതൊക്കെ ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ വേറെ ചില അത്യാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആദ്യം വായിച്ച വേദഭാഗത്ത് 1 പോയിരുന്നത് 15 അധ്യായത്തിൽ ഒരു വാക്യം കൊണ്ടിവിടെ ചേർക്കുകയാണ്. ഇതാണ് മത്സരം ആവിചാരദോഷം പോലെ. 1 ശമൂവേൽ 15 അധ്യായത്തിന്റെ 23-ാം വാക്യം. മത്സരം ആവിചാരദോഷം പോലെ, ശാഠ്യം മിഥ്യാപൂജ വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനം തള്ളി. അപ്പോൾ ഈ 12 ശിഷ്യന്മാര് ചെവിയിൽ രഹസ്യമായി കേട്ടതാണ്, നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിതാവ് കരുതിയിരിക്കുന്നു. അപ്പൊ പിതാവിന്റെ കരുതൽ ഈ യേശുവിനോടൊപ്പം ഈ 12 ശിഷ്യന്മാർക്കും ഇത്രയും കാര്യങ്ങൾ കരുതിയിരുന്നു. ആ കാര്യം മഹാപുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന അനുഭവം, വധശിക്ഷയ്ക്കുള്ള വിധി, വിജാതീയരുടെ തോന്നിയാനുള്ള ഏർപ്പാട്, തോന്നുന്നൊക്കെ പറയാൻ പ്രവർത്തിക്കാനുള്ള അനുവാദം, അവർ അവനെ അവഹേളിക്കുക, തല്ലുക, കുറിച്ച് തറയ്ക്കുക, ഇതൊക്കെ അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഈ യേശുവിനും 12 ശിഷ്യന്മാർക്കൂടെ പിതാവ് കരുതിയിരുന്നത്. അതിനുശേഷമാണ് ഉയർപ്പിന്റെ മഹത്വം, അതിനുശേഷമാണ് രാജാവാകുന്നത്, അതിനുശേഷമാണ് മണവാട്ടിയാകുന്നത്, അതിനുശേഷമാണ് ഭരണമൊക്കെ. നമുക്കിപ്പോ ഇരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ കാല് നീട്ടണം എന്നത്, താഴെ വീഴുക, നടുതല്ലി വീഴുക. അപ്പൊ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടി എന്താ നടുവിൽ വീണ് കിടക്കുക, നടുവ് പൊടിഞ്ഞ് കിടക്കുക, അതാണ് പ്രശ്നം. അതുകൊണ്ട് അത് നിർത്തിയിട്ട് നമുക്ക് ശരിക്കും ഇരിക്കാം, അതിനു മുമ്പ് നിൽക്കാം, നിൽക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞതിന്റെ അതുകൊണ്ട് മത്സരം ആവിചാരദോഷം പോലെ ആയിട്ട് ശാഠ്യവും വിദ്യാപൂജയും. ഈ പറഞ്ഞിരിക്കുന്ന സെവതിപുത്രന്മാരുടെ അമ്മയ്ക്കുള്ള ശാഠ്യമല്ല, ആ മക്കൾ ഇടത്തും വലത്തിരുന്നേ മതിയാവൂ എന്നാ പറഞ്ഞ അതിനാ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരിക. കർത്താവ് ആ പ്രാർത്ഥനയൊക്കെ നിർത്തിവെച്ചിട്ട്, കർത്താവേ നീ അതിനു മുമ്പ് എനിക്ക് തരാൻ വെച്ചിരിക്കും, നിന്റെ കുരിശിന്റെ പങ്ക് എനിക്ക് ആദ്യം വേണം.
അതിന് ഉയർത്തിന്റെ പങ്ക് വേണം, പെന്തിക്കോസ്തിയുടെ അനുഭവം. ഈ 3 അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലേ അനുഭവിക്കാൻ ഒക്കുള്ളൂ. വെറുതെ എന്തിനാ വലിച്ചുവാരി വാങ്ങിച്ച് പിശാചിന് കൊടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനോട് സമാഹരിക്കുക. നമ്മുടെ തലകളെ ഉണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനാണ് നന്ദി പറയുന്നു. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ചയെങ്കിലും ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുകയോ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിന് മുമ്പെയുള്ള ഉയർപ്പ് ആഗ്രഹിക്കുകയോ ആ ഉയർപ്പിന് മുമ്പ് കിട്ടുന്ന കുരിശ് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ആ കുറവ് ഞങ്ങൾ ക്ഷമിച്ചിട്ട് ഇന്ന് മുതലെങ്കിലും അതിന്റെ മുൻഗണനാ ക്രമത്തിൽ ഇത് ഓരോ നിങ്ങൾ വീണ്ടും നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നു. അതാര് ഞങ്ങൾക്ക് തന്നാലും എവിടെ വെച്ച് കിട്ടിയാലും 2 മിനിറ്റ് വാങ്ങിച്ച് ഇത് എന്റെ പ്രിയം കുടിച്ച കാസായുടെ ബാക്കിയാണ് അതാണ് എന്ന് വിചാരിച്ച് യേശു കുടിച്ച കാസായുടെ ബാക്കി എനിക്കും കുടിക്കണം. എന്നിട്ട് എനിക്ക് 2 പേരും കൂടെ യേശുവിന്റെ മഹത്വത്തിൽ പങ്കാളിയാകുന്നതിന് മുമ്പ് യേശുവിന്റെ കുരിശിന്റെ പങ്കാളിയാകണം, യേശുവിന്റെ നിന്നയുടെ പങ്കാളിയാകണം, യേശുവിന്റെ അനുഭവത്തിന്റെ എല്ലാം പങ്കുവയ്ക്കും വേണം. അങ്ങനെ യേശുവിന്റെ ജീവിത പങ്കാളിയാകാൻ നീ എന്നെ വിളിച്ച് നന്ദി എന്ന് പറയാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ.